ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. ടെക്നോളജി സ്റ്റോക്കുകൾ ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വീക്ക് നോക്കുകയാണെങ്കിൽ മിക്കവാറും അമേരിക്കൻ മാർക്കറ്റുകൾ നെഗറ്റീവ് ടെറിട്ടറിയിൽ ക്ലോസ് ചെയ്യാനാണ് സാധ്യതകൾ കൂടുതൽ. അതോടൊപ്പം തന്നെ US ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ടാക്സ് ബില്ല്, ട്രംപ് കൊണ്ടുവന്നിട്ടുള്ള ടാക്സ് ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് $3.8 ട്രില്യൺ അമേരിക്കയുടെ ഡെറ്റിൽ ആഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഡെറ്റ് $36.2 ട്രില്യൺ ആണ്. അറൗണ്ട് 140% ഹൈ ആണ് GDP ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. GDPയുടെ 140% ആണ് ഡെറ്റ് വരുന്നത്. തീർച്ചയായിട്ടും ഡോളറിനെ സംബന്ധിച്ചും അമേരിക്കയിലെ എക്കണോമിനെ സംബന്ധിച്ചൊക്കെ നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. പക്ഷേ കാലങ്ങളായിട്ട് അമേരിക്കയിൽ ഹയർ ഡെറ്റ് തന്നെയാണ്. അതുകൊണ്ട് അടുത്ത വർഷങ്ങളിലൊക്കെ എങ്ങനെയൊക്കെയാണ് അമേരിക്കൻ ഗവൺമെൻറ് ഈ ഡെറ്റ് മാനേജ്മെൻറ്റ് നടത്താൻ പോകുന്നത്, അതിനനുസരിച്ചായിരിക്കാം US ഡോളറിൻ്റെയും അതുപോലെ തന്നെ മറ്റ് എക്കണോമിക് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ളൊരു ഗ്ലോബൽ ഇമ്പാക്റ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മറിച്ച് ചൈന, തേർഡ് ലാർജസ്റ്റ് US ട്രഷറി ഹോൾഡറാണ് ചൈന സെല്ലിംഗ് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും US ഡോളറിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇവൻറ്റുകളാണ് അടുത്ത ദിവസങ്ങളിൽ ഗ്ലോബൽ മാർക്കറ്റുകളെയും അതുപോലെ തന്നെ മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളെയൊക്കെ ബാധിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ മറ്റ് മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ യൂറോപ്പ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മാർക്കറ്റുകളും ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ വീണ്ടും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മോർണിംഗിൽ $3,294 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ഇന്നലെ വീക്കൻ ചെയ്തിരുന്ന 86 രൂപയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ ആ ലെവലിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ADRകൾ അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാം തന്നെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 5045.36 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ ഇന്നലെ വിറ്റിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 3229.06 crore വർത്ത് സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇന്നലെ വന്നിട്ടുള്ള റിസൾട്ടുകളെല്ലാം തന്നെ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ്. മിനിഞ്ഞാന്ന് വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ആൽപെക്സ് സോളാർ, അതുപോലെ തന്നെ ഇന്ററാക്ട് ബിൽഡിംഗ് പ്രൊഡക്റ്റ്, ഈ സ്റ്റോക്കുകളൊക്കെയാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് റിസൾട്ട് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്നലെ വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ്. ഒപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 70,000 കോടി രൂപ വർത്ത് ബിഡിംഗ് ആണ് അവർ നടത്താൻ പോകുന്നത്. ഷിപ്പ് ബിൽഡിങ്ങിൽ ഗവൺമെൻറ് പുതിയ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഈ പ്രൊജക്റ്റിൽ തീർച്ചയായിട്ടും P17 ബ്രാവോ വാർഷിപ്പ് പ്രൊജക്റ്റാണ്. 70,000 കോടി രൂപയാണ്. 2 ഷിപ്പിംഗ് കമ്പനികളായിട്ടാണ് ഈ ബിഡിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ അലോക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു ഭാഗം ഓർഡർ ലഭിക്കുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ പൊതുവേ ഷിപ്പിംഗ് കമ്പനികൾക്ക് പോസിറ്റീവ് ആയിരുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഷിപ്പിംഗ് സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് റോസ് നോക്കുകയാണെങ്കിൽ ഗ്രാസിമിന് ഫണ്ട് റേസിംഗ് വളരെ ലോ ഇൻട്രസ്റ്റ് റേറ്റിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലോങ് റണ്ണിൽ ഗ്രാസിമിനെ സംബന്ധിച്ച് ഈ ന്യൂസ് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ KNR കൺസ്ട്രക്ഷനെ ഇനി ഫർദർ നാഷണൽ ഹൈവേ ഓർഡർ ബിഡിങ്ങിൽ നിന്ന് ബാർ ചെയ്തിരിക്കുകയാണ്. കാരണം കേരളത്തിലെ നാഷണൽ ഹൈവേ കൊളാപ്സ് ആണ്, അല്ലെങ്കിൽ ഹൈവേയിൽ പല അപകടങ്ങളുണ്ടാവുന്നു, കൺസ്ട്രക്ട് ചെയ്ത ഹൈവേ തകർന്നു വീഴുന്നു. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് തീർച്ചയായിട്ടും ഇത് KNR കൺസ്ട്രക്ഷനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ്. 2 IPOs ഉണ്ടായിരുന്നു. ഒരു IPO ഇന്നലെ ക്ലോസ് ചെയ്തു. ബൊറാന വീവ്സ് 148.78 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. റീറ്റെയിൽ പോർഷൻ 200.53 ടൈംസ് ആണ്. അതുപോലെ തന്നെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ പോർഷൻ 237.42% ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. ഇന്ന് ക്ലോസ് ചെയ്യുന്ന ബെൽറൈസ് 2.8 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. റീറ്റെയിൽ പോർഷൻ 1.5
8.54 ടൈംസും അതുപോലെ തന്നെ HNI പോർഷൻ 8.96 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷനാണ് നേടിയിട്ടുള്ളത്. തിങ്കളാഴ്ച മുതൽ വീണ്ടും IPOs വരുന്നുണ്ട്. നമ്മുടെ സൺഡേ പോഡ്കാസ്റ്റിൽ ഈ IPOസിൻ്റെ അനാലിസിസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇനി ട്രെൻഡും ഭാരത് ഇലക്ട്രോണിക്സും സെൻസെക്സിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നു. ഇൻഡസ്ഇൻഡ് ബാങ്കിനെയും നെസ്ലേനെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ട്രെൻഡിനെ സംബന്ധിച്ചും ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചും പോസിറ്റീവ് ആണ്. ബെല്ലാണെങ്കിൽ ഡിഫൻസിൻ്റെ ഏറ്റവും മേജർ ബെനിഫിഷ്യറിയും കൂടിയാണ്. ട്രെൻഡ് അവരുടെ ഓവറോൾ എക്സ്പാൻഷൻ പ്ലാനുകളും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് സ്റ്റോറുകളുടെയൊക്കെ ഡെവലപ്മെൻറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഫർദർ ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കും കൂടിയാണ് ട്രെൻഡ്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളും സെൻസസിൽ എൻ്റർ ചെയ്യാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് സെൻറ്റിമെൻ്റ് ആണ്. കാര്യമായിട്ടുള്ള ഒരു അപ്പോർഡ് മൊമെൻ്റ് ഒന്നും മാർക്കറ്റിൽ കാണുന്നില്ല. അതേസമയം ഏഷ്യൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. അതിനനുസരിച്ച് ട്രെൻഡ് നമുക്ക് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അതോടൊപ്പം തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്ന IPOs NSDL അതുപോലെ തന്നെ NSE ഈ സ്റ്റോക്കുകളൊക്കെ ഗ്രേ മാർക്കറ്റിൽ നല്ല ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. NSEയുടെ ഗ്രേ മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ 1800-നും 1900-നും ഇടയിലേക്ക് ഉയർന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. NSDയിലും 1100, 1250 ലെവലിലേക്കാണ് ട്രേഡിംഗ് നടക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രണ്ട് IPOs ആണ്. NSDയിലായിരിക്കാം ഒരുപക്ഷെ മുമ്പ് വരാൻ പോകുന്നത്, അതിന് ശേഷം വരാൻ പോകുന്ന NSE ആയിരിക്കാം. അടുത്ത ആഴ്ചകളിൽ ഒരുപക്ഷെ NSE IPOയ്ക്കുള്ള അപ്രൂവലും കിട്ടുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഗ്ലോബൽ ഫാക്ടേഴ്സിനനുസരിച്ചിട്ടുള്ള വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. മറ്റ് എക്കണോമിക് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ്, ഇന്ത്യ ആസ് എ കൺട്രി സേഫ് സോണിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ക്രാഷ് ഒന്നും തന്നെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മറിച്ച് വാല്യുവേഷൻ ഹയർ ലെവലിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.